ജനകീയ കൂട്ടായ്മയിൽ പണിതീർത്ത അടിവാരം കോട്ടത്താവളം കോലാഹലമേട് റോഡ് ഉദ്ഘാടനം ചെയ്തു. 80ഓളം പേർ ചേർന്ന് നൽകിയ 25 ലക്ഷം രൂപ മുടക്കി 5 കിലോമീറ്റർ ദൂരത്തിലാണ് പുതുതായി റോഡ് നിർമ്മിച്ചത്. പൂഞ്ഞാർ രാജകുടുംബത്തിന്റെ രാജപാത എന്ന ചരിത്രവും ഈ റോഡിനുണ്ട്. ഇടുക്കി, കോട്ടയം ജില്ലകളെ തമ്മിൽ യോജിപ്പിക്കുന്നതിനോടൊപ്പം ഈ റോഡ് തീർത്ഥാടന കേന്ദ്രങ്ങളായ കുരിശുമല, മുരുകൻമല, തങ്ങൾപ്പാറ പ്രദേശങ്ങളിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കും. ഈരാറ്റുപേട്ട വാഗമൺ റോഡിന് ഒരു സമാന്തര പാത കൂടിയാണ് ഈ റോഡ്. റോഡിന്റെ ഉദ്ഘാടനം പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ ഗ്രാമീണ റോഡുകൾ വികസിപ്പിച്ച് മികച്ച ഗതാഗത യോഗ്യമായ റോഡുകളാക്കി മാറ്റുന്നതിന് പല പദ്ധതികളുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന PMGSY പദ്ധതി, കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയാണത്. അതുപോലെ തന്നെ നബാർഡ് എന്ന് പറഞ്ഞ ദേശീയ ഗ്രാമവികസന ഏജൻസി കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഔദ്യോഗിക സംവിധാനമാണ്. ആ നബാർഡ് മുഖേന നമുക്ക് ധനസഹായം ലഭ്യമാക്കാൻ കഴിയും. അതോടൊപ്പം നമുക്ക് MLA ഫണ്ട്, MP ഫണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഫണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ജനറൽ കൺവീനർ അലോഷ്യസ് എബ്രഹാം ഐക്കരപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ജിസോയി ഏർത്തേൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കടപ്ലാക്കൽ, ഗുണഭോക്തൃ പ്രതിനിധി പ്രവീൺ മോഹനൻ, കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ്, പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത നോബിൾ, പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജമ്മ ഗോപിനാഥ്, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സുധീർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഐഫോറിയ ന്യൂസ്, പാലാ.